മഴ തോറും മുമ്പയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന വൈജയന്തിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. ഇത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് വൈജയന്തി. നീ ഇത് നുണ പറയുന്നതല്ലേ എന്ന് വൈജ ചോദിക്കുകയാണ്. അത് നിങ്ങളുടെ മകനോട് അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ അലീന. അങ്ങനെ രോഹിത്തിനോട് ഇത് ചോദിക്കാനായി വൈജയന്തി റൂമിലെത്തുന്നുണ്ട്. രോഹിത്ത് കിടക്കുകയായിരുന്നു. അവിടെ നിന്നും അമ്മയെ കണ്ടതും പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. വളരെ ദേഷ്യത്തിലാണ് വൈജയന്തി നിൽക്കുന്നത്. അലീനയെ നീയും ഹരിയും ചേർന്ന് മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ എന്നാണ് ഒറ്റ ചോദ്യമേ നമ്മുടെ വൈജയന്തി ചോദിക്കുന്നുള്ളൂ. ഇത് കേട്ടത് ഞെട്ടുന്നുണ്ട് നമ്മുടെ രോഹിത്ത്. ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ഇത് കണ്ടതും നമ്മുടെ വൈജയന്തിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടുവാണ്. ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ രോഹിത്തിനെ ഇട്ട് തലങ്ങും വിലങ്ങും രണ്ട് കവിളത്തും മാറി മാറി അടിക്കുകയാണ് വൈജയന്തി. ഇല്ലെന്ന് പറയടാ, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയടാ എന്നും പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീണ്ടും വൈജയന്തി ഇങ്ങനെ ഇട്ട് അടിക്കുന്നത്. എന്നാൽ ഒരക്ഷരം പോലും രോഹിത്ത് മിണ്ടുന്നില്ല. വൈജയന്തിക്കാണെങ്കിൽ അത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ മകനെ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവനെ അത്രയേറെ വിശ്വാസമാണ്. അതെല്ലാം തകർന്നിരിക്കുകയാണ്. എൻ്റെ മകൻ എന്നെ ചതിച്ചല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് വൈജയന്തി അവിടെ ഇരിക്കുകയാണ് ബെഡിൽ. ഇത്രയും കാലം കാണാൻ കഴിയാത്ത ഒരു മുഖമാണ് നമ്മുടെ വൈജയന്തിക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും വളരെ ദേഷ്യത്തിലും വളരെ കുനുറ്റോടും കൂടിയ ഒരു മുഖമായിരിക്കും ഏതു നേരം വൈജയന്തിക്ക്. പക്ഷേ മകൻ ഇങ്ങനെ ഒരു ചതി ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമവും തോന്നുന്നുണ്ട്. അങ്ങനെ സങ്കടത്തോടെ കരയുന്ന ഒരു വൈജയന്തിയാണ് കാണുന്നത്. കുറച്ചു നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം വൈജയന്തി ആകെ മരവിച്ച ഒരവസ്ഥയിൽ എന്താണ് ചെയ്യുന്നതെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഒന്നും വൈജയന്തിക്ക് മനസ്സിലാവുന്നില്ല. താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്, സ്റ്റെയർ കേസ് ഇറങ്ങി അങ്ങനെ ഡൈനിങ് ഹാളിൽ വന്ന് അവിടെ ചെയറിൽ ഇരിക്കുകയാണ്. അലീനയ്ക്ക് കാര്യങ്ങളെല്ലാം കിട്ടി. വൈജയന്തി രോഹിത്തിനോട് കാര്യം അന്വേഷിച്ചുവെന്നും സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നും അലീന തിരിച്ചറിയുന്നുണ്ട്. അലീന പതുക്കെ വൈജയന്തിയുടെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്, ഇവരോടൊന്നും മത്സരിച്ച് ജയിക്കാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ട് നീ എനിക്ക് തോറ്റു തരണം. വിവാഹപ്രായമായ പയ്യന്മാരുള്ള സ്ഥലത്ത് നിന്നെപ്പോലൊരു പെൺകുട്ടിയെ നിർത്താൻ പറ്റത്തില്ലെന്ന് അന്നേ ഞാൻ ഇവരോട് പറഞ്ഞതാ. ആരും അത് വിശ്വസിച്ചില്ല. ഈ കുടുംബം നീ എന്ന് ഇവിടെ കയറി വന്നോ അന്ന് മുതലാണ് ഈ കുടുംബം നശിച്ചു തുടങ്ങിയത്. എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്നും ഇറങ്ങണം. എന്ത് വേണമെങ്കിലും നിനക്ക് തരാം. ഇനി നീ ഇവിടെ നിന്നാൽ ഇവരച്ഛനും മകനും എല്ലാവരും തമ്മിൽ തല്ലുന്നത് ഞാൻ കാണേണ്ടി വരും. അതെനിക്ക് കഴിയില്ല. നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് അലീനയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് മാഡത്തിൻ്റെ മകനെ പഠിപ്പിക്കണമായിരുന്നു. അങ്ങനെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അവൻ എന്നോട് ഇത്രയും ക്രൂരമായി പെരുമാറിയത്. ഇപ്പോഴും അവൻ ഒരു കൂസലവുമില്ല, ഒരു കുറ്റബോധവുമില്ല. എന്നോട് വളരെ മോശമായിട്ട് തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. അതെങ്ങനെയാ? മേഡത്തെ കണ്ടല്ലേ മേഡത്തിൻ്റെ മക്കൾ പഠിക്കുന്നത്. ബാലചന്ദ്രൻ സാർ എത്ര നല്ല മനുഷ്യനാ. അദ്ദേഹത്തെ കണ്ടു പഠിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരത്തില്ലായിരുന്നു. മറ്റുള്ളവരോട് പെരുമാറാനും അവരെ സ്നേഹിക്കാനും ആദ്യം മേഡം പഠിക്കണം. എന്നിട്ട് അത് കണ്ട് മേഡത്തിൻ്റെ മക്കൾ പഠിക്കണം. അലീന ഈ പറയുന്നതൊക്കെ കേട്ട് നമ്മുടെ വൈജയന്തി അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. നീ എന്താ എന്നെ പഠിപ്പിക്കുകയാണോ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ എന്നെ പഠിപ്പിക്കാനായിട്ടില്ല. പോടി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി റൂമിലേക്ക് കയറി പോവാണ്. അലീനയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അലീനയുടെ വിഷമം കണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്ത് പറ്റി? അല്ല മുത്തശ്ശി, വൈജയ മാഡം എന്നോട് ഒരുപാട് വഴക്കിട്ടു. എന്നോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ഇത് കേട്ടിട്ട് മുത്തശ്ശി ആകെ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, അവൾ വീണ്ടും അതിൽ തന്നെ പിടിച്ചിരിക്കുകയാണോ? നിന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അതെ മുത്തശ്ശി. വൈജ മാഡം രോഹിത്തിനോട് കാര്യമെല്ലാം തുറന്നു ചോദിച്ചു എന്ന് തോന്നുന്നു. അവൻ സത്യമെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. ആണോ? അതെന്തായാലും നന്നായി മോളെ. അവൾ നീ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലല്ലോ. എന്തായാലും മകൻ പറഞ്ഞപ്പോൾ വിശ്വാസമായല്ലോ. എന്തായാലും അവൻ്റെ കൊള്ളരുതായിക അവൾ മനസ്സിലാക്കിയത് നന്നായി. മകൻ്റെ ഗുണഗണങ്ങളൊക്കെ അവൾ അറിയട്ടെ. എല്ലാത്തിനും കുഴപ്പക്കാരി നീയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും സത്യമെല്ലാം അവൾ മനസ്സിലാക്കിയല്ലോ. അത് നന്നായി. എന്നാലും മുത്തശ്ശി, എനിക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാം വിട്ടു പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ ഒരുപാട് വിഷമം തോന്നുവാണ്. നിങ്ങളെല്ലാവരെയും എൻ്റെ സ്വന്തമാണെന്ന് വിചാരിച്ചാൽ ഞാനിവിടെ കഴിയുന്നത്. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോള് വിഷമിക്കാതെ, ബാലചന്ദ്രനുണ്ടല്ലോ, അവനൊരു തീരുമാനം എടുക്കട്ടെ എന്ന് പറയുവാണ്.
അങ്ങനെ അലീന വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീനയുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അലീനെ. എൻ്റെ മകനൊരു തെറ്റ് ചെയ്തു. പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് അവൻ ചെയ്തത്. അത് നീ ക്ഷമിക്കണം. അവനും മാപ്പ് ചോദിക്കുന്നതിന് പകരം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുകയാണ്. പൊറുക്കണം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ടതും തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ട ഒരു മനുഷ്യനാണ് ബാലചന്ദ്രൻ. അദ്ദേഹം തന്നോട് മാപ്പ് ചോദിക്കുന്നത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഒരുപാട് വിഷമാവുകയാണ്. പെട്ടെന്നങ്ങ് പൊട്ടിക്കരയാണ് അലീന. രണ്ട് കൈകൾ കൊണ്ടും മുഖം മറച്ച് പൊട്ടിക്കരയുന്ന അലീനയെ ബാലചന്ദ്രൻ തന്നോട് കൂടുതൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. കരയല്ലേ മോളെ,